എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ സംഭവബഹുലമായ നിമിഷങ്ങളാണ് നമ്മുടെ പ്രിയ പരമ്പരയിൽ കാത്തിരിക്കുന്നത്. നമ്മൾ ഏവരും ആഗ്രഹിച്ച നിമിഷങ്ങൾ. അങ്ങനെ ഗംഗയുടെ കല്യാണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ മുടങ്ങിപ്പോവുകയാണ് കേട്ടോ. നിശ്ചയത്തട്ടൊക്കെ ഒരു കുഞ്ഞി പയ്യൻ വന്ന് തട്ടിമറിച്ച് താഴെ ഇടുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ പയ്യൻ ആരാ എന്നുള്ള സംശയം എല്ലാവരുടെ മനസ്സിൽ ഉദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ശാരദ ചോദിക്കും, അല്ല ജയബാലേട്ടാ, ഈ കുഞ്ഞ് ഏതാ എന്ന് ചോദിക്കുക. എൻ്റെ പൊന്ന് ശാരദ, ഇപ്പം അതൊക്കെ സംസാരിക്കാനുള്ള സമയമാണോ? മുഹൂർത്തം കടന്നു പോവാ. നീ ആ നിശ്ചയത്തടങ്ങ് മാറിക്കേ. ഒന്ന് താഴെ പോയെന്നും കരുതി അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ ചെറുക്കൻ്റെ അമ്മയും പറയും, അതെ ശാരദേ, ഒന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ കാവേരി മുന്നിലോട്ട് വരിക. ഇത് ഞങ്ങൾക്ക് പ്രശ്നം തന്നെയാ. ഈ കുട്ടി ആരാന്ന് അറിഞ്ഞാലേ ഇനി ഗംഗേച്ചിയുടെ നിശ്ചയം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. ശാരദ, കാവേരിയുടെ വായടച്ച് ഒരറ്റത്ത് ഇരിക്കാൻ പറ. ഇവിടെ മുതിർന്നവർ സംസാരിക്കാനുള്ളപ്പം ഇവള് കയറി ഇങ്ങനെ സംസാരിക്കുന്നതൊന്നുമേ നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറയാം. അപ്പം പെട്ടെന്ന് അച്ഛ, ഇതൊക്കെ ആരാ എന്ന് ആ കുഞ്ഞ് ചോദിക്കുകയാണ് കേട്ടോ. അച്ഛന്ന് അയാളെ കയറി ആ കുഞ്ഞ് വിളിക്കുകയും കൂടി കേൾക്കുമ്പം എല്ലാവരും ഞെട്ടി നിൽക്കുക. നമ്മുടെ ഗംഗ അവിടെ തകർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പോയിട്ട് പറയും, ഗംഗേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റേ, ചേച്ചിക്ക് ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കാവേരി, നീ ഇത് എന്തൊക്കെയായി കാണിക്കുന്നേ എന്ന് അപ്പം ജയബാലൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദ വന്നിട്ട് പറയും, ജയബാലേട്ടാ, എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. ഈ കൊച്ച് അച്ഛന്നൊക്കെ ഇയാളെ വിളിക്കണമെങ്കിൽ എന്തു ബന്ധം ഇവർ തമ്മിലുള്ളത്? അത് പിന്നെ ശാരദ, അതത്ര വലിയ ബന്ധമൊന്നും അല്ല. ഇത് ഞാൻ പറയണമെന്നും കരുതിയതാ, പിന്നെ പറയേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നി. എങ്ങനെയാണേലും ഈ കല്യാണം നടക്കുന്നത് ഗംഗയുടെ ഭാഗ്യമാണ്. അങ്ങനെയുള്ളപ്പം ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമല്ലോ. ഞാനിപ്പോൾ അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ അത് ബാധിക്കുന്ന കാര്യമേ അല്ല. ജയബാലേട്ടൻ കാര്യം പറ, അതിനുശേഷമല്ലേ അത് ബാധിക്കോ ഇല്ലയോ എന്ന് ഞങ്ങൾ നോക്കേണ്ടത് എന്ന് നമ്മുടെ ശാരദ അപ്പോൾ പറയണം കേട്ടോ. അത് പിന്നെ ഇവൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് ഇപ്പം നമ്മുടെ ഗംഗയായിട്ട് നടക്കാൻ പോകുന്നത് എന്നും കരുതി ആദ്യ വിവാഹം ഒരുപാട് കാലമൊന്നും നീണ്ടു നിന്നില്ലെന്നേ. ഈ കുഞ്ഞി ചെറുക്കന് 1 വയസ്സ് തികയുന്നതിന് മുന്നേ തന്നെ ഇവൻ്റെ ഭാര്യ മരിച്ചുപോയി. അങ്ങനെയുള്ളപ്പം അതിനെ ഒരു കല്യാണമെന്ന് തന്നെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അതിനർത്ഥം എൻ്റെ ഗംഗയ്ക്ക് വേണ്ടി ജയബാലേട്ടൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഈ ബന്ധം ഒരു രണ്ടാം കെട്ടുകാരൻ്റെ ആയിരുന്നല്ലേ? എൻ്റെ ശാരദ, നീ ഇങ്ങനെ പറയാനൊന്നുമില്ല. ഒരു കൊച്ചുണ്ട് എന്നും കരുതി ഗംഗയുടെ കുറവുകളും നമ്മൾ നോക്കണ്ടേ? അവൾക്ക് വേണ്ട വിദ്യാഭ്യാസം ഉണ്ടോ? കൊടുക്ക സ്ത്രീധനമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അപ്പം ഈ ബന്ധം അവൾക്ക് വന്ന ഭാഗ്യമാണെന്നേ ഞാൻ പറയുള്ളൂ. വേണ്ട ജയബാലേട്ട, നിങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. എൻ്റെ മക്കളുടെ വാക്കുകൾക്കപ്പുറം നിങ്ങളുടെ വാക്കിന് ഞാൻ വില നൽകി. അതിനുള്ള ശിക്ഷയല്ലേ ഇത് എന്ന് ചോദിക്കാം. ഇതെന്താ ശാരദ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മനഃപൂർവ്വം എന്തോ തെറ്റ് ചെയ്ത പോലാണല്ലോ നിന്റെ സംസാരം എന്ന് ചോദിക്കാം. അപ്പോൾ കാവേരി വന്ന് ദേഷ്യപ്പെടും. അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഇയാളുടെ യഥാർത്ഥ സ്വഭാവം? നമ്മുടെ കുടുംബത്തെ നല്ലതിന് വേണ്ടിയല്ല ഇയാൾ നമ്മളോട് സ്നേഹം നടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. നമ്മുടെ കുടുംബം തകർന്ന് കാണണം. നമ്മുടെ അച്ഛൻ്റെ ജീവൻ പൊലിയാൻ പോലും കാരണക്കാരൻ ഇയാളാ. ആവശ്യമില്ലാത്തതൊന്നും നീ വിളിച്ച് പറയരുത് കാവേരി എന്ന് ജയബാലൻ അപ്പം പറയാം. ഇനി നിങ്ങളുടെ ഒരു നാടകവും ഇവിടെ നടക്കില്ല. എൻ്റെ ഗംഗേച്ചിക്ക് തൽക്കാലം ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കെട്ടിക്കേണ്ട അവസ്ഥയെ ഞങ്ങൾക്കില്ല. ഇപ്പം തന്നെ ഇവരൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് കാവേരി പറയാൻ കേട്ടോ. തലയിരിക്കുമ്പോൾ വാലാടേണ്ട കാര്യമൊന്നുമില്ല. ശാരദ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം. നിന്റെ മക്കൾ എന്നോട് പറയുന്നത് കേട്ടിട്ടും നീ എന്താ മിണ്ടാണ്ട് നിൽക്കുന്നേ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പം ശാരദ പറയും, ജയബാലേട്ടാ, നിങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചതാ. എങ്ങനെ തോന്നി എൻ്റെ അരവിന്ദേട്ടൻ്റെ മകൾക്ക് ഇങ്ങനൊരു കല്യാണാലോചന കൊണ്ടുവരാൻ എന്ന് ചോദിക്കാം. നിങ്ങളെ സ്വന്തം കൂട്ടുകാരനായിട്ടല്ല കൂടപ്പിറപ്പായിട്ടല്ലേ എൻ്റെ പാവം അരവിന്ദേട്ടൻ കണ്ടത് എന്ന് ചോദിക്കാം. നീ എന്തിനാ ശാരദ ആവശ്യമില്ലാതെ അവൻ്റെ പേരൊക്കെ ഇവിടെ വലിച്ചഴിക്കുന്നേ? അപ്പം പെട്ടെന്ന് പ്രവീണയും പറയും, ശാരദ, ഈ കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗംഗയ്ക്കൊരു നല്ല കല്യാണാലോചന വരുമോ? ഇതിപ്പോൾ എത്രാമത്തെ തവണയാ? 2ാമത്തെ തവണയല്ലേ നിശ്ചയത്തിന് അന്ന് തന്നെ കല്യാണം മുടങ്ങുന്നത്? ജയബാലേട്ടൻ ആയതുകൊണ്ട് ഇങ്ങനൊരു ബന്ധമെങ്കിലും കൊണ്ടുവന്ന് തന്നു. മറ്റാരെങ്കിലും ആണെങ്കിലേ ഇതിനൊന്നും പിന്നാലെ നടക്കാൻ പോലും ഇറങ്ങത്തില്ല എന്ന് പറയാം. പ്രവീണെ, നിനക്കിത് എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു? നിനക്ക് വലിയ ഒരു പെൺകുട്ടി, അവൾക്ക് വേണ്ടി ഇങ്ങനൊരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കല്യാണം നീ കഴിപ്പിക്കോ എന്ന് ചോദിക്കാം. അതിൻ്റെ ആവശ്യം എന്താ ശാരദ? ഞങ്ങൾക്ക് അവളുടെ കല്യാണം നല്ല ആഡംബരപൂർവ്വം നടത്താനുള്ളതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വത്തുണ്ട്, സമ്പാദ്യമുണ്ട്. പിന്നെ അവളുടെ അച്ഛനും അമ്മയും ഞങ്ങളും ജീവനോടെ ഇരിപ്പുണ്ട്.
പോലാണോ ഗംഗയുടെ അവസ്ഥ? രാഗിണിയുടെ വിദ്യാഭ്യാസമായാലും ഇവക്കുണ്ടോ? വിദ്യാഭ്യാസവും ഇല്ല, സമ്പത്തും ഇല്ല. അങ്ങനെയുള്ളപ്പം ഈ ബന്ധം തന്നെ ഗംഗയുടെ ഭാഗ്യമാണെന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറയാം. അതോടെ കേൾക്കുമ്പം കാവേരിക്ക് ദേഷ്യം വരികയാണ്. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങളുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞ് കാവേരിയെ ചെറുക്കനും വീട്ടുകാരും എല്ലാം അടിച്ചിറക്കുകയാണ് കേട്ടോ. അപ്പം ജയപാലന് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്തൊക്കെ അഹങ്കാരങ്ങളായി കാണിച്ചു കൂടുന്നേ? ശാരദ, നിന്റെയും തീരുമാനം ഇതുതന്നെയാണോ? ഇങ്ങനെയാണെങ്കിൽ ഇനി ഒരു കല്യാണാലോചനയായിട്ട് ജയപാലൻ ഈ പടി കയറില്ല. ഓരോ തവണയും സഹായിക്കണേന്ന് പറഞ്ഞ് വിളിച്ച് ഈ വീട്ടിലേക്ക് എന്നെ വരുത്തുന്നത് നീ ഒറ്റ ഒരുത്തിയാ. നിന്റെ മക്കളുടെ ആട്ടും തൂപ്പും കെട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത് എൻ്റെ അരവിന്ദനെ ഓർത്തിട്ടാ. എന്നിട്ട് എന്നെ ഇങ്ങനെ അപമാനിച്ച് വിടാൻ നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ ജയപാലൻ അവരോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. അല്ല, ഇനി എന്നെ പിണക്കി വിട്ടിട്ട് നീ ഒരു കല്യാണാലോചന ഇവക്ക് നടത്തുന്നേ എനിക്കൊന്ന് കാണണം എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശാരദ പറയും, എൻ്റെ ഗംഗയുടെ കല്യാണം നടക്കും ജയപാലേട്ടാ, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും. അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് എൻ്റെ മരുമകൻ ഈ നിൽക്കുന്ന വിനീത എന്ന് പറയാണ് കേട്ടോ. ഓ, അതിന് ഇവൻ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് നിന്റെ കണ്ണിൽ ഇവനെ പിടിച്ചില്ലായിരുന്നല്ലോ. അതുമല്ല, ഇവൻ്റെ കല്യാണക്കാര്യം നിനക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ ശാരദേ? ഇവൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ സുജാത. എനിക്ക് തോന്നുന്നില്ല ഒരു തവണ ഇവനെ തഴഞ്ഞ ഗംഗയെ കൊണ്ട് ഇവനെ കല്യാണം കഴിപ്പിക്കാൻ അവൾ സമ്മതിക്കുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയാം. അതോടെ കേൾക്കുമ്പോൾ ശാരദ തന്നെ പറയാം, ജയപാലേട്ടൻ ഇനി ഒന്നും സംസാരിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ, അരവിന്ദേട്ടനല്ലേ പോയിട്ടുള്ളൂ എന്ന് ചോദിക്കാം. അപ്പോൾ പെട്ടെന്ന് ജയപാലൻ്റെ കണ്ണിൽ അരവിന്ദനും ജയപാലനും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണുമോ? ഓ, അപ്പം എന്നെ അത്രയ്ക്ക് വില കുറച്ച് കണ്ട് അത്ര അപമാനിച്ചു വിട്ടിട്ട് ഇനിയും ഈ വീട്ടിലേക്ക് ഞാൻ കയറി വരുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അതുമാത്രമല്ല, അരവിന്ദനുമായിട്ടുള്ള എൻ്റെ സ്നേഹബദ്ധത്തിൻ്റെ പുറത്താണ് ഈ കുടുംബത്തെ ഞാൻ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ചത്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഈ ഫോട്ടോയും ഇനി ഇവിടെ വെക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് അയാൾ അവിടെ അതെടുത്ത് നിലത്തേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ പെട്ടെന്ന് കമഴ്ന്ന് വീടാം. അപ്പോഴാണ് ശാരദ അതിലേക്ക് എഴുതിയിരിക്കുന്ന വാക്കുകൾ കാണുന്നത്. പെട്ടെന്ന് അതെടുത്ത് നിവർത്തുവാണ് കേട്ടോ. അതിൽ ചതിയനായ എൻ്റെ കൂട്ടുകാരൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ വചനങ്ങൾ നമ്മുടെ ശാരദയുടെ ശ്രദ്ധയിൽപ്പെടുക. ശാരദയുടെ നെഞ്ചു പൊടിഞ്ഞു പോവാണ് കേട്ടോ. നീ എന്നാടി ഈ ഫോട്ടോ എന്നെ കാണിച്ച് പേടിപ്പിക്കുകയാണോ എന്ന് ജയപാലൻ അപ്പോൾ ചോദിക്കുക. ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കുമായിരുന്നു. നിങ്ങൾ എൻ്റെ അരവിന്ദേട്ടനെ ചതിച്ചതായിരുന്നല്ലേ? ആ മനുഷ്യന് നിങ്ങളെ എന്തുമാത്രം വിശ്വാസമായിരുന്നു. ദൈവമായിട്ടാ എന്നെ ഇത് കാണിച്ചു തന്നത്. എൻ്റെ അരവിന്ദേട്ടൻ്റെ കൈപ്പിടിയിൽ നിന്ന് തന്നെ എനിക്ക് സത്യങ്ങൾ അറിയാൻ പറ്റിയല്ലോ. എൻ്റെ അരവിന്ദേട്ടൻ മരിക്കാൻ കാരണം പോലും താനാണല്ലേടോ എന്ന് ചോദിച്ച് ശാരദ വല്ലാതെ വയലൻ്റ് ആവുക. അത് കണ്ടും കേട്ടും ജയപാലൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. നീ എന്തൊക്കെ ഭ്രാന്ത ശാരദ ഈ വിളിച്ചു പറയുന്നേ എന്ന് ചോദിക്കാം. അപ്പം ശാരദ ആ ഫോട്ടോയിൽ എഴുതി വെച്ചിരിക്കുന്നത് ജയപാലൻ്റെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുക. ഇങ്ങനൊരു ടെസ്റ്റ് അയാളും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് വിനീത് അങ്ങോട്ട് കടന്നു വരിക. ഇറങ്ങിപ്പോടോ പന്നെ ഇവിടുന്ന് എന്ന് വിനീത് പറയാണ്. ഇനി തൻ്റെ കാൽപ്പെരുമാറ്റം പോലും ഈ വീടിൻ്റെ മുറ്റത്ത് കേൾക്കാൻ പാടില്ല. ഈ പടി കയറി പോകരുതെന്ന്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനേ ഞാനിവിടെ ഉണ്ട്. അമ്മാവൻ ഈ കുടുംബത്തെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് മരിച്ചത്. ഇവരുടെ രക്ഷകർത്താ സ്ഥാനത്ത് തൻ്റെ ആവശ്യമില്ല. ഇവരുടെ കാര്യം നോക്കാൻ ഞാനിവിടെ ഉണ്ട്. മേലാൽ ഈ പടി താൻ കയറി പോയേക്കരുത്. ഇറങ്ങി പോടാ പന്നെ എന്ന് പറഞ്ഞ് ആടിച്ചേർക്കുകയാണ് കേട്ടോ. അപ്പം നിവിനും ഇതെല്ലാം കണ്ടും കേട്ടു അവിടെ നിൽക്കുന്നത് ജയപാലന് വല്ലാത്ത അപമാനം ഉണ്ടാകുക. എന്നെ നോവിച്ചു വിട്ടിട്ട് നീയൊക്കെ സമാധാനത്തോടെ ഈ പുഷ്പവാടി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്നെ വെല്ലുവിളിച്ച് ഇവനുമായിട്ടുള്ള നിന്റെ കല്യാണം നടത്തുന്നത് ഞാനൊന്ന് കാണട്ടേടി എന്ന് ഗംഗയോടും പറയണം കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ ഗംഗ ആകെ തകർന്ന് നിൽക്കുവാണേ. അപ്പം സുജാതയാണെങ്കിൽ തൻ്റെ മകളുടെ തകർന്ന അവസ്ഥ കാണുമ്പോൾ നെഞ്ചു വിങ്ങി കരയാം. മോളെ, അമ്മയോട് ക്ഷമിക്കടി, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ കാവേരി എത്ര തവണ പറഞ്ഞതാ ആ ദുഷ്ടനെ വിശ്വസിക്കരുതെന്ന്. പക്ഷെ ഒരു തവണ പോലും എൻ്റെ മോളുടെ വാക്ക് ഈ അമ്മ കേട്ടില്ല. അതിനുള്ള ഫലവാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങളെക്കാളൊക്കെ നിങ്ങളുടെ അച്ഛൻ സ്നേഹിച്ചത് അയാളെയാ. അതുകൊണ്ടാ എൻ്റെ മോള് ഓരോ തവണ അയാളുടെ കുറ്റം പറയുമ്പോഴും എൻ്റെ കുഞ്ഞിനെ അമ്മ അടിച്ചത് എന്ന് പറഞ്ഞ് കാവേരിയുടെ അടുത്തേക്ക് ചെല്ലാം. കാവേരി പറയും, അത് സാരമില്ലമ്മേ, പക്ഷേ ഗംഗേച്ചിയെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അമ്മ തന്നെയല്ലേ എന്ന് കാവേരി ചോദിക്കുകയാണ്. അപ്പം ഗംഗയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ശാരദയ്ക്ക് സാധിക്കുന്നില്ല. പെട്ടെന്ന് വിനീതിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മോനെ, അമ്മായിക്ക് ഈ ലോകത്ത് അപേക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നിൻ്റെ അമ്മായി ഒരു മന്ദബുദ്ധിയാ. എന്ത് ചെയ്താലും അതൊക്കെ അബദ്ധത്തിൽ പോയി ചാടി നിനക്കിപ്പോൾ കാണുന്നില്ലേ? എൻ്റെ മോളുടെ കല്യാണം 2ാം തവണയാണ് നിശ്ചയം എത്തിയപ്പം മുടങ്ങി നിൽക്കുന്നത്. ഇനിയും അവളെ ഈ അവസ്ഥയിൽ കാണാൻ അമ്മായിക്ക് വയ്യടാ. എൻ്റെ മോക്കൊരു ജീവിതം കൊടുക്കാൻ നിനക്ക് പറ്റുമോ? അമ്മായി നിൻ്റെ കാല് വീഴാം എന്നും പറഞ്ഞ് ശാരദ വിനീതിൻ്റെ മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ. അത് കാണുമ്പം വിനീതിൻ്റെ നെഞ്ച് തകരും. അമ്മായി എന്തൊക്കെയായി പറയുന്നത്? ഗംഗയ്ക്ക്
താല്പര്യമാണെങ്കിൽ എനിക്ക് ഒരു മടിയില്ല അവളെ കല്യാണം കഴിക്കാൻ എന്ന് പറയാണ് കേട്ടോ. അമ്മായി ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ടാണ് സുജാത അങ്ങോട്ട് കയറി വരുന്നത്. ജയബാലനാണ് കേട്ടോ സുജാതയെ ഇളക്കി അങ്ങോട്ട് വിടുന്നത്. ഓ, അപ്പം ഇവളുടെ കല്യാണം വീണ്ടും മുടങ്ങിയല്ലേ. നീ വലിയ കൊമ്പത്തെ ആലോചന കൊണ്ടുവന്നത് എന്തു പറ്റി വേണ്ടെന്ന് വെക്കാൻ. ഇപ്പം ആരും ഇല്ലാതായി കഴിഞ്ഞപ്പം എൻ്റെ ചെറുക്കൻ്റെ കാല് പിടിക്കാൻ നിനക്ക് നാണമില്ലേടി എന്ന് ശാരദയോട് സുജാത ചോദിക്കുകയാണ്. അവൻ്റെ കാലല്ല, എൻ്റെ കാല് വീഴണം. നീയും നിൻ്റെ മോളും സാഷ്ടാംഗം പ്രണമിക്കണം. എങ്കിലേ എൻ്റെ മോനെ എങ്കിൽ പോലും തരാൻ ഞാൻ സമ്മതിച്ചു തരത്തില്ല. അവനെ അത്ര ഗതികെട്ടവനല്ല. അവനൊരു ജോലിയുണ്ട്, വീടും സമ്പാദ്യവും ഒക്കെ ഉണ്ട്. അവന് ഞാൻ നല്ലൊരു പെൺകുട്ടിയെ തന്നെ കണ്ടെത്തി കല്യാണം ആലോചിക്കും. അല്ലാതെ നിന്റെ കണ്ണീരിലും കയ്യിലും വീഴുന്നവനല്ല എൻ്റെ മോൻ. അതിനുവേണ്ടിയല്ല ഞാൻ വളർത്തിയിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും ആകെ തകർന്നു നിൽക്കുന്ന രാധമ്മ പറയും, സുജാത നീ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ ചേട്ടൻ്റെ മക്കളാ ഇവര്. ആ ഒരു സ്നേഹം പോലും നിനക്ക് അവരോട് ഇല്ലേടി എന്ന് ചോദിക്കാം. ചേട്ടൻ മരിച്ചതോടുകൂടി ആ ബന്ധം അവിടെ അവസാനിച്ചു. അങ്ങനെ കണ്ടവൾക്കൊന്നും കെട്ടിച്ചു കൊടുക്കാനുള്ളതല്ല എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കാനേ ഞാൻ സമ്മതിച്ച് തരത്തില്ലമ്മേ എന്ന് സുജാത പറയാം. പെട്ടെന്ന് നമ്മുടെ ശാരദ സുജാതയുടെ കാലിലേക്ക് വീഴാം. എൻ്റെ മോക്കൊരു ജീവിതം കൊടുക്കാൻ നിൻ്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാൻ ശാരദ, ഞങ്ങളെ കൈവിടരുത്. എൻ്റെ മോള് ഇനിയും ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എന്ന് പറയാം. നീ പോടി എന്നും പറഞ്ഞ് സുജാത അപ്പം ശാരദയെ ഉന്താനായിട്ട് തുടങ്ങാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വിനീത് പെട്ടെന്ന് പോയി ശാരദയെ എഴുന്നേൽപ്പിക്കുക. ഞാൻ ഗംഗയെ കല്യാണം കഴിക്കാൻ അമ്മായി ആരുടെ കാലിലും വീഴേണ്ട ഒരാവശ്യമില്ല. ഗംഗയ്ക്ക് സമ്മതമാണെങ്കിൽ ആരെതിർത്താലും ആരെന്തൊക്കെ പറഞ്ഞാലും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കും എന്ന് വിനീത് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ശാരദയ്ക്ക് സമാധാനമാവുക. ശാരദയ്ക്ക് മാത്രമല്ല കാവേരിക്കും എല്ലാവർക്കും. അപ്പം പെട്ടെന്ന് സുജാത വന്ന് പറയും, ഹോ നിനക്കപ്പം വലുത് നിൻ്റെ അമ്മായിയും ഇവരൊക്കെ ആണല്ലേ. പെറ്റ തള്ളയുടെ കണ്ണുനീരും ഒന്നും നിനക്ക് വിലയില്ലല്ലേ എന്ന് ചോദിക്കുക. അമ്മയെ ചെയ്യുന്നതേ ശരിക്കും ചെറ്റത്തരം തന്നെയാണ്. അമ്മാവൻ ആരായിരുന്നെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അമ്മാവൻ്റെ മക്കളും കുടുംബവും എൻ്റെ കുടുംബമാണ്. അവളെ കല്യാണം കഴിക്കാൻ ഇവർ പറഞ്ഞാൽ അവൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് ഒരു സമ്മതക്കുറവുമില്ല. ഞാൻ കെട്ടുക തന്നെ ചെയ്യും. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ തൻ്റെ മകൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് താൻ വീണ്ടും അപമാനിക്കപ്പെട്ടു, തൻ്റെ മകനാൽ അപമാനിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു വിചാരം സുജാതയെ തകർത്ത് കളയാം. അപ്പോൾ അവിടുന്ന് സുജാത പതിയെ ഇറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പം വിനീത് ചെന്ന് ശാരദയെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഗംഗയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, സമ്മതമാണോ? നിന്റെ സമ്മതം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഗംഗയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ മനസ്സുകൊണ്ട് സമ്മതമാണ്. നമ്മുടെ കല്യാണം നടക്കും എന്ന് പറയണം കേട്ടോ. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷം. നാളത്തെ മെഗാ എപ്പിസോഡാണ് 1 മണിക്കൂർ നിൽക്കുന്നത്. അപ്പോൾ ആരും മിസ്സാക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.